നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിൽ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ അതിലെ 24-ാം പേജിലെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഈക്വൽ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ട്രയാങ്കിൾസും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. മാത്രമല്ല അതിൻ്റെ എൻഡ് ആംഗിൾസ് 50 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ്. അപ്പോൾ ഒരു സൈഡും അതിൻ്റെ എൻഡ് ആംഗിൾസും ഈക്വലാണ് രണ്ട് ട്രയാങ്കിളിൻ്റെയും. അപ്പോൾ ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അഥവാ തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലായി. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ട്രയാങ്കിൾ ABC, അതിലൊരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഒരു ആംഗിൾ 50 ഡിഗ്രി, ഒരു ആംഗിൾ 70 ഡിഗ്രി. അതുപോലെ ട്രയാങ്കിൾ PQR, അതിൻ്റെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, രണ്ട് ആംഗിൾസ് 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ട് ആംഗിളും മൈനസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ആംഗിൾ സം പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ C എത്രയായിരിക്കും? 180 നിന്ന് ഈ 50 + 70 മൈനസ് ചെയ്താൽ മതി. ഇൻ ട്രയാങ്കിൾ ABC, angle A plus angle B plus angle C is 180. Angle A plus angle B plus angle C is 180 degree. ഇതിൽ നമ്മൾക്ക് ആംഗിൾ A അറിയാം, ആംഗിൾ B അറിയാം. ആംഗിൾ A എത്രയാണ്? 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി. 50 + 70 120 plus angle C is 180 degree. Therefore angle C എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. അതെത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ C കിട്ടി. ആംഗിൾ C എന്താണ്? 60 ഡിഗ്രി. ആംഗിൾ C 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ Pയും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് കിട്ടി, 3 ആംഗിൾസും കിട്ടി. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ. അതിന് ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്കിനി ഓരോ സൈഡ്സ് നോക്കാം. ഇവിടെ സൈഡ്സ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. Find the sides of the triangle on the right equal to the sides of the triangle on the left. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നോക്ക്, ആംഗിൾ എ എന്താണ്? 50 ഡിഗ്രി. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിളിൽ BC ആണ്. അപ്പം ഈ ട്രയാങ്കിൾ 50 ഡിഗ്രി ഏതാണ്? ഇതാണ്. അപ്പം ഇതിന് ഓപ്പോസിറ്റ് PQ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ഈക്വൽ സൈഡ് BC ഈക്വൽ ടു PQ. അതായത് ഇവിടെ സൈഡ്സ് ഓപ്പോസിറ്റ് ടു 50 ഡിഗ്രി. സൈഡ്സ് ഓപ്പോസിറ്റ് ടു 50 ഡിഗ്രി. ട്രയാങ്കിൾ ABCയിൽ ഏതാണ്? BC ഈക്വൽ ടു ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് PQ. ഇനി അടുത്തത് ഇപ്പോൾ 50 ഡിഗ്രിക്ക് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് 70 ഡിഗ്രി. ഇവിടെ 70 ഡിഗ്രി ഇതാണ്. 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണ്? AC. സൈഡ്സ് ഓപ്പോസിറ്റ് ടു 70 ഡിഗ്രി. അപ്പോൾ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ AC ഈക്വൽ ടു ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാണ്? PR. അതേപോലെ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഇനി അടുത്ത ആംഗിൾ ഏതാണ്? 50 70 കഴിഞ്ഞാൽ പിന്നെ 60 ഡിഗ്രി. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഈ ട്രയാങ്കിളിൽ AB ആണ്. സൈഡ് AB ഈക്വൽ ടു ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാണ്? QR.
ഇതാണ് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ സൈഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ട്രയാങ്കിൾ LMN രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ 30 ഡിഗ്രിയും ആംഗിൾ 80 ഡിഗ്രിയും. അടുത്ത ട്രയാങ്കിൾ XYZ ഇവിടെ ഒരു ആംഗിൾ 70 ഡിഗ്രിയും ഒരു ആംഗിൾ 30 ഡിഗ്രിയും. അപ്പം നമുക്ക് മൂന്നാമത്തെ ആംഗിൾ രണ്ട് ട്രയാങ്കിളിലും കണ്ടുപിടിക്കാം. ഇവിടെ 80യും 30യും 80ഉം 30ഉം കൂടെ കൂട്ടിയാൽ 110. അപ്പം 150ൽ നിന്ന് 110 കുറച്ചാൽ പിന്നെ ബാക്കി എത്രയാണ്? 70. അപ്പം ഈ ആംഗിൾ നമുക്ക് കിട്ടി 70 ഡിഗ്രി. അതേപോലെ ഈ ട്രയാങ്കിൾ നോക്കിയേ, 70ഉം 30ഉം 100. അപ്പം 150ൽ നിന്ന് 100 കുറച്ചാൽ ബാക്കി 80 ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് എടുത്തെഴുതേണ്ട കാര്യമില്ല, നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി, എല്ലാവർക്കും അറിയാമല്ലോ ഇത്. അപ്പം 3 ആംഗിൾസും കിട്ടി, രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് ഈക്വൽ സൈഡ്സ് എഴുതാൻ എളുപ്പമല്ലേ? ഓരോ ആംഗിളിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി. സൈഡ്സ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ഏതാണ്? ഫസ്റ്റ് ട്രയാങ്കിളിൽ 30 ഡിഗ്രി ഇതാണ് ആംഗിൾ L. അപ്പൊ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ സൈഡ് ഏതാണ്? MN. MN is equal to ഈ ട്രയാങ്കിളിൽ 30 ഡിഗ്രി ഇതാണ്, Y ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? XZ. അതേപോലെ അതിനടുത്ത 30 കഴിഞ്ഞ് പിന്നെ അടുത്തത് 70 ആംഗിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു 70 ഡിഗ്രി. ഈ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ ട്രയാങ്കിളിൽ ഏതാണ്? LM. ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ZY. LM is equal to ZY. ഇനി അടുത്തത് ഏതാണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു 30യും 70യും കഴിഞ്ഞാൽ പിന്നെ 80 ഡിഗ്രി. 80 ഡിഗ്രി. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിളിൽ ഏതാണ്? LN. LN is equal to ഇവിടെ 80 ഡിഗ്രി ഇതാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഏതാണ്? XY. Second question, in the picture the top two sides and the bottom side of a pentagon with equal angles and equal sides are extended to form a triangle. First part, are the sides of the small triangle on the left equal to the sides of the small triangle on the right? Why? Second part, are the left and right sides of the large triangle equal? Why? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇവിടെ ഒരു പെന്റഗൺ തന്നിട്ടുണ്ട്. ഈ പെന്റഗണിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയാൽ എന്താണ്? അത് റെഗുലർ പെന്റഗൺ ആണ്, അല്ലെങ്കിൽ സമപഞ്ചഭുജം. എല്ലാ വശങ്ങളും തുല്യമായ പഞ്ചഭുജത്തെ സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പെന്റഗണിന്റെ ടോപ്പ് സൈഡ്സ്, അതായത് മുകളിലുള്ള ഈ രണ്ട് സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ ബോട്ടം സൈഡ്, താഴത്തുള്ള ഈ വശവും എക്സ്റ്റെൻഡ് ചെയ്യുന്നു രണ്ട് സൈഡിലേക്കും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു ലാർജർ ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യും, അല്ലേ? ഈ ഒരു വലിയ ട്രയാങ്കിൾ ഫോം ചെയ്യും. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈഡ്സ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കണം. തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ അതിൻ്റെ സമാന വശങ്ങൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം അതാണ് നമ്മളിവിടെ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് പറഞ്ഞല്ലോ റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗൺ എന്ന് പറയുമ്പോൾ സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. എല്ലാ ആംഗിളും എക്സ് ആയിരിക്കുമല്ലോ, എക്സ് ഡിഗ്രി. എല്ലാ ആംഗിളും എക്സ് ഡിഗ്രി ആയിരിക്കും. ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം ഇവിടെ വരുന്ന ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ലീനിയർ പെയർ അല്ലേ?
നമ്മൾ പഠിച്ചിട്ടില്ലേ, രണ്ടിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 150 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 30, 50 ലീനിയർ പെയർ. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ സൈഡും നോക്കുക, ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഇതേപോലെ തന്നെ ഇതും 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കാം. അതുപോലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, ഇപ്പം ഇതെല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? അപ്പം ഈ സൈഡും ഈക്വൽ അല്ലേ? നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ വശവും തുല്യമായിരിക്കും. ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ രണ്ട് വശവും തുല്യമാണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ 3 സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അല്ലെങ്കിൽ ഒരു സൈഡും അതിൻ്റെ എൻഡ് ആംഗിൾസും, അതായത് ഒരു വശവും അതിനോട് ചേർന്ന് വരുന്ന കോണുകളും, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു വശവും അതിനോട് ചേർന്ന് വരുന്ന കോണുകളും തുല്യമാണെന്ന് പ്രൂവ് ചെയ്താൽ, അതായത് ASA പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ വശവും തുല്യമായിരിക്കും. എന്താണത്? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ. അപ്പം നമുക്ക് ഈ രണ്ട് ത്രികോണവും തുല്യ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് നമുക്കിവിടെ പേര് കൊടുക്കാം. ABC, ഈ വലിയ ട്രയാങ്കിൾ ABC എന്ന് കൊടുത്ത്, ഇനി ഇവിടെ പേര് കൊടുക്കാം PQRS. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് അല്ലേ? കാരണം റെഗുലർ പെൻറ്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജമാണ്. അതുകൊണ്ട് തന്നെ ഈ വശങ്ങളെല്ലാം തുല്യമാണ്. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ BPQ ആൻഡ് ട്രയാങ്കിൾ CSR. അതായത് ഈ ട്രയാങ്കിളാണ് BPQ, ഈ ട്രയാങ്കിൾ CSR. ഇനി ഈ ട്രയാങ്കിളിലെ ഈ ഒരു സൈഡ് നോക്കിയേ, PQവും RSും ഈക്വൽ ആണ്. എന്താണ്? റെഗുലർ പെൻറ്റഗണിന്റെ സൈഡ്സ് ആണ്. അപ്പം സൈഡ് PQ ഈക്വൽസ് SR. ഇവിടെ റീസൺ എന്താണ്? സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ. PQ ഈക്വൽസ് SR, സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ. അപ്പം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ, അതുപോലെ ഈ ആംഗിളും 180 മൈനസ് എക്സ്. അപ്പം ഈ ആംഗിളിനെ പറയുന്നതാണ് BPQ. ആംഗിൾ BPQ ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? ആംഗിൾ CSR, ലീനിയർ പെയർ. അതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിളും പറയാം. ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് എക്സ്, അപ്പോൾ ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ്.
അതുപോലെ ഈ ആംഗിളും 180 മൈനസ് എക്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ്, അതായത് ലീനിയർ പെയർ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, അപ്പോൾ ഇത് എക്സും ഇത് 180 മൈനസ് എക്സും ആയിരിക്കും. അതേപോലെ തന്നെ ഇത് എക്സും ഇതെന്തായിരിക്കും? ഈ ആംഗിൾ 180 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയാം ആംഗിൾ ബി ക്യു പി. is equal to angle CRS. സെയിം റീസൺ, ലീനിയർ പെയർ. ഇപ്പം നോക്കി, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡും രണ്ട് എൻഡ് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് പറയാം? therefore these triangles are equal triangles. therefore triangle BPQ therefore triangle BPQ and triangle CSR are equal triangles. റീസൺ ASA. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലെങ്കിൽ സമാന വശങ്ങൾ തുല്യമായിരിക്കും. therefore അതാണല്ലോ ചോദിച്ചിരിക്കുന്നത് നമ്മളോട്, ഈ രണ്ട് വശവും തുല്യമാണോ എന്നാണ്. therefore side BP equals ഇതെന്താണ്? CS. അതെന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് BP equal CS. എന്താണ് റീസൺ? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ. ഇതാണ് ഫസ്റ്റ് പാർട്ട് നമ്മളോട്, രണ്ടാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് പാർട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണോ? മനസ്സിലായില്ല? അപ്പം ഇവിടെ നമ്മൾ ചെയ്തത് എന്താണോ ഒന്നുകൂടെ പറയാം. ഇതൊരു റെഗുലർ പെന്റഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, പിന്നെ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പം ഈ രണ്ട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ സൈഡും ഈക്വൽ ആണോ? നമ്മൾ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചതിൽ ഏത് ഉപയോഗിക്കാം? സൈഡ് ഇത് മൂന്നും അല്ല, രണ്ടും SSS പഠിച്ചിട്ടുണ്ട്, സൈഡ് ആംഗിളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ ഏതാണ് നമുക്ക് യോജിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. കാരണം അത് സൈഡ്സ് ഓഫ് റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളാണ്. അതുപോലെ ഈ വശത്തിൻ്റെ രണ്ട് സൈഡിലും വരുന്ന കോണുകൾ അല്ലെങ്കിൽ ഈ സൈഡിൻ്റെ എൻഡ് ആംഗിൾസ്, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തായി? ആംഗിൾ സൈഡ് ആംഗിൾ ASA. അപ്പോൾ ASA വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. therefore അതിൻ്റെ സമാന വശങ്ങൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇനി ഇതിൽ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ലാർജർ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലാർജർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ABC. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏതാണ്? ഇവിടെ ABയും റൈറ്റ് സൈഡ് ACയും. ഈ സൈഡും ഈ ABയും ACയും തുല്യമാണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി, ഈ AB എന്ന് പറഞ്ഞാൽ AP പ്ലസ് PB ആണ്. അതുപോലെ AC എന്ന് പറഞ്ഞാൽ AS പ്ലസ് SC. ഇനി ഈ APയും ASഉം ഈക്വൽ അല്ലേ? കാരണം ഈ രണ്ട് സൈഡും എന്താണ്? റെഗുലർ പെന്റഗണിന്റെ സൈഡ്സ് ആണ്. അപ്പോൾ അത് തുല്യമായിരിക്കും, അല്ലെങ്കിൽ സമപഞ്ചഭുജത്തിന്റെ വശങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ 5 ആണെങ്കിൽ എല്ലാം 5 ആയിരിക്കും അല്ലേ? അപ്പോൾ AP ഈക്വൽസ് AS.
അത് നമുക്ക് മനസ്സിലായി. അടുത്തെന്താണ്? പി ബിയും എസ് സിയും ഈക്വൽ ആണോ? നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അതാണ് പ്രൂവ് ചെയ്തത്. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അതായത് എന്താണ്, അതെങ്ങനെയാണ് ഈക്വൽ ആയത്? ഈക്വൽ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങളാണ്. അപ്പൊ ഇതും ഇതും തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. ഇതിപ്പോ 5 ആണെങ്കിൽ ഇതും 5, ഇത് 7 ആണെങ്കിൽ ഇതും 7. അപ്പൊ ഇവിടെ 5 + 7 12. ഇവിടെ എന്ത് വരും? 5 + 7 12. ഇനി നമുക്കത് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ അതെങ്ങനെ നോക്കാം. എ പി സൈഡ് എ പി ഈക്വൽസ് എ എസ്. എന്താണ് റീസൺ? സൈഡ്സ് ഓഫ് റെഗുലർ പെന്റഗൺ. എ പി ഈക്വൽസ് എ എസ് സൈഡ്സ് ഓഫ് റെഗുലർ പെന്റഗൺ. ഇത് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1. ഇനി ബി പി ഓർ പി ബി ഈക്വൽസ് എസ് സി. ഇതും നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എടുത്ത്. ഇതിന്റെ റീസൺ എന്താണ്? സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ. PB equals SC. Equation number 2. Reason corresponding sides of equal triangles. ഇനി 1 + 2. Equation 1 plus equation 2. അതായത് ഇവിടെ AP plus PB. ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്ത് വരും? AS plus SC. ഈ എ പി പ്ലസ് പി ബി, എ പി പ്ലസ് പി ബി എന്താണ്? എ ബി അല്ലേ? എ ബി ഈക്വൽസ് എ എസ് പ്ലസ് എസ് സി എന്താണ്? എ സി. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ ബി ഈക്വൽസ് എ സി. എ ബി എന്ന് പറഞ്ഞാൽ ഈ ലാർജർ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡ്, എ സി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. നമുക്ക് എന്തെഴുതാം? ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ are equal. Therefore, Therefore, the left and right sides of larger triangle are equal. ഇത് വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. കാണുമ്പോൾ ഫിഗറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇത് തോന്നിയിരിക്കും, ഇത് ഒട്ടും ബുദ്ധിമുട്ടല്ല. അതിൻ്റെ ആ തിയറി മനസ്സിലാക്കി ആദ്യം പ്രൂവ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്.